അയാൾ അപ്പം ഇതാണ് നമ്മുടെ സൂമിൻ്റെ നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സൂമിൽ വരുന്ന ഒരു വിൻഡോ ആണിത്. സൈൻ ഇൻ നമുക്ക് സൂം ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ മൂന്ന് തരത്തിൽ സൈൻ ഇൻ ചെയ്യാം. നമുക്ക് ഒന്നെങ്കിൽ സൂമിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് സൂമിൽ ഗൂഗിൾ വഴിയോ ഫേസ്ബുക്ക് വഴിയോ നമുക്ക് സൈൻ ഇൻ ചെയ്ത് നമുക്ക് ഈ വിൻഡോയിലേക്ക് കയറാം. അപ്പം നമ്മൾ സൈൻ ഇൻ ചെയ്ത് കയറുമ്പോഴത്തേക്കും നമുക്കിവിടെ നമ്മുടെ പ്രൊഫൈലിലെല്ലാം നമ്മൾ ഫിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഫിൽ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഡെമോ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് അതിലോട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ ഈ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ മീറ്റിങ്ങിൽ എനിക്ക് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു ബോക്സാണ് ജോയിൻ വിത്ത് കമ്പ്യൂട്ടർ ഓഡിയോ. ഓക്കെ, ജോയിൻ വിത്ത് കമ്പ്യൂട്ടർ ഓഡിയോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അവിടെ താഴെ എനിക്ക് ഇത് വന്നു, വെയിറ്റിംഗ് ബോക്സ് ആണിത്. വെയിറ്റിംഗ് ലിസ്റ്റിൽ 2 ആൾക്കാർ വരുന്നുണ്ട്. 2 ആൾക്കാരാണ്. ഞാൻ രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ബോക്സ് ഉണ്ട്, ജോയിൻ കമ്പ്യൂട്ടർ ഓഡിയോ വിത്ത് കമ്പ്യൂട്ടർ ഓഡിയോ എന്ന് പറഞ്ഞ ബോക്സ്. ഇപ്പം ഞാൻ ഈ വീഡിയോ സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്നത് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം പല ടീച്ചേഴ്സും വിചാരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പല ടീച്ചേഴ്സും വിചാരിക്കുന്നത് കുട്ടികൾക്ക് മൈക്കില്ലാത്തതുകൊണ്ടാണ് അവർ സംസാരിക്കാത്തത് എന്നാണ്. ഓക്കെ, പക്ഷേ ചില കുട്ടികൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ പാർട്ടിസിപ്പൻസ് ലിസ്റ്റ് നോക്കണമെങ്കിൽ എൻ്റെ ഇവിടെ മൈക്കിൻ്റെ ചിഹ്നം കാണുന്നില്ല, മൈക്കിൻ്റെ ഐക്കൺ കാണുന്നില്ല. എനിക്കിവിടെ വീഡിയോ ഐക്കൺ ഉണ്ട്, പക്ഷേ മൈക്കിൻ്റെ ഐക്കൺ ഇല്ല. അതിന് കാരണം എന്തായിരിക്കും എന്ന് നിങ്ങൾക്കറിയോ? കാരണം ഇത് തന്നെയാണ്, ജോയിൻ വിത്ത് കമ്പ്യൂട്ടർ ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ സ്റ്റുഡൻസ് ആരും ഇത് ക്ലിക്ക് ചെയ്യാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പം ഞാനിപ്പം ജോയിൻ വിത്ത് കമ്പ്യൂട്ടർ ഓഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഞാൻ അങ്ങ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ കണ്ടില്ലേ, എൻ്റെ മൈക്കിൻ്റെ ഐക്കൺ കാണുന്നുണ്ട്. ഇതേപോലെ ഞാൻ ഇത് പറയാൻ കാരണം വേറൊന്നുമില്ല. ചില കുട്ടികൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെ പല കുട്ടികളും ഇതേപോലെ ആയിരിക്കും. അവർ ചിലപ്പം ഐഡിയും പാസ്വേഡും വെച്ചങ്ങ് കയറും. പക്ഷേ വെച്ച് കയറിയിട്ട് അവരിത് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യും. കാരണം അറ്റൻഡൻസ് മിസ്സാവാതിരിക്കാൻ വേണ്ടി ക്ലാസ്സിലോട്ട് ഇങ്ങനെ കയറിയിട്ട് അവരങ്ങ് ഫോണോ ലാപ്പോ PC എന്ത് വേണമെങ്കിലും അത് അവിടെ വെച്ചിട്ട് അവരങ്ങ് പോകും. ഓക്കെ, കാരണം അവർ ഫിസിക്കലി ആൻഡ് മെൻ്റലി അവർ ക്ലാസ്സിൽ ഇരിക്കുന്നില്ല. അവരുടെ അറ്റൻഡൻസ് സേക്കിന് വേണ്ടിയിട്ട് അവർ ഒരു ഡിവൈസ് ജസ്റ്റ് ഇങ്ങനെ ക്ലാസ്സിലേക്ക് കൊണ്ടുവച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇപ്പം നിങ്ങൾക്കറിയാം, ഈ 222 എന്ന് പറയുന്ന അക്കൗണ്ട് അയാൾക്ക് മൈക്കില്ലെന്നായിരിക്കും ടീച്ചേഴ്സ് വിചാരിക്കുന്നത്. അതേപോലെ എബിൻ ജോയും അതേപോലെ 222 എന്ന് പറയുന്ന ഈ 2 അക്കൗണ്ടിനും വെബ് ക്യാം ഓഫ് ആണെന്നുള്ള ഇത് നമുക്ക് കാണാം. പക്ഷേ ഇവിടെ അവരുടെ ഇതിൽ മൈക്കിൻ്റെ ചിഹ്നമില്ല, മൈക്ക് ഓഫാണെന്ന് പറയുന്ന ഒരു ചിഹ്നം പോലും ഇല്ല. അതിന് കാരണം വേറൊന്നുമില്ല, ഞാൻ ഇവിടെ നേരത്തെ ആദ്യം തന്നെ കാണിച്ചു തന്ന ഈ പോപ്പപ്പ് ബോക്സ് ആണ്. ജോയിൻ വിത്ത് കമ്പ്യൂട്ടർ ഓഡിയോ എന്ന് പറഞ്ഞ ഈ പോപ്പപ്പ് ബോക്സ് അവരുടെ ഇതിൽ വരും. അവരുടെ ഏത് ഡിവൈസിനായിരുന്നാലും ആദ്യം അവർ സൂമിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അപ്പം അവർ ഈ ജോയിൻ വിത്ത് കമ്പ്യൂട്ടർ ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അവരുടെ മൈക്ക് കണക്ട് ചെയ്യുകയുള്ളൂ. മൈക്ക് കണക്ട് ചെയ്യാത്ത പക്ഷം ടീച്ചേഴ്സ് പറയുന്നത് ആ വ്യക്തി കേൾക്കത്തുമില്ല. ആ വ്യക്തി എന്തൊക്കെയാണ് പറയുന്നത് അത് ടീച്ചേഴ്സ് കേൾക്കത്തുമില്ല. ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും, ഇവിടെ എൻ്റെ ഐക്കണിൻ്റെ അവിടെ അബിൻ ജോയൻ ഗ്രൂപ്പ് ഈസ് കണക്റ്റിംഗ് ടു ഓഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കാണും. കാരണം അത് വരാൻ കാരണം എന്താ വെച്ചാൽ ഈ പോപ്പപ്പ് ബോക്സ് ഇവിടെ കിടക്കുന്നുകൊണ്ടാണ്. ഈ പോപ്പപ്പ് ബോക്സ് ഞാനിപ്പം ജോയിൻ വിത്ത് കമ്പ്യൂട്ടർ ഓഡിയോ ക്ലിക്ക് ചെയ്യുന്നില്ല. അത് ക്ലിക്ക് ചെയ്യാതെ ഞാൻ ജസ്റ്റ് ഈ പോപ്പപ്പ് ബോക്സ് മാത്രം ഞാൻ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ അബിൻ ജോയൻ ഗ്രൂപ്പ് ഈസ് കണക്റ്റിംഗ് ടു ഓഡിയോ എന്ന് പറയുന്ന ആ ബോക്സ് വരത്തില്ല. കണ്ടില്ലേ, ഈ പോപ്പപ്പ് ബോക്സ് ഉള്ള സമയത്ത് എനിക്കിവിടെ ഈസ് കണക്റ്റിംഗ് ടു ഓഡിയോ എന്ന് പറഞ്ഞിട്ട് വരും. കാരണം കുട്ടികൾ എന്നല്ല, പാർട്ടിസിപ്പൻസ്. ഞാനിപ്പോൾ ഒരു ക്ലാസ് റൂമിൻ്റെ കാര്യമാണ് പറയുന്നത്.
അപ്പോൾ നമുക്ക് അതിൽ സ്റ്റുഡൻസ് ഈ പോപ്പപ്പ് ബോക്സ് പോലും എടുത്ത് ക്യാൻസൽ ചെയ്യുന്നില്ല. അവർ ജസ്റ്റ് ഇങ്ങനെ ഐഡിയും പാസ്വേഡും വെച്ച് ഒരു ഡിവൈസ് ഒരു മൂലയിൽ കൊണ്ട് വെച്ച് അവർ അവരുടെ കാര്യത്തിൽ പോയി കളിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യുന്നു. അത് അറ്റൻഡൻസ് സേക്കിന് വേണ്ടിയിട്ട് മാത്രമാണ് അവരിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഞാനിത് എല്ലാ പാർട്ടിസിപ്പൻസിനെയും എല്ലാ സ്റ്റുഡൻസിനെയും ഞാനിങ്ങനെ പറയുന്നതല്ല. ഞാനിങ്ങനെ ഒന്ന് സെർച്ച് ചെയ്തു. കാരണം എൻ്റെ ക്ലാസ്സിൽ തന്നെ ഞാൻ ഇവിടെ ഒരു ഇത് കാണിക്കാം. കണ്ടില്ലേ? ഇവിടെ ഇത്രയും പേർക്ക് മൈക്കിൻ്റെ ഐക്കൺ ഉണ്ട്, ബാക്കി ഇത്രയും പേർക്കില്ല. അടുത്ത ഇമേജ് കണ്ടില്ലേ? ഇത്രയും പിള്ളേര് നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡൻസ് പോവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് കയറി. പക്ഷെ അവർ മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മുടെ വെർച്വൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് അവരുടെ അടുത്തൊന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു നോക്കാം. ഓക്കെ, നമ്മൾ ഈ രണ്ടുപേര് എബിൻ ജോയുടെ അടുത്തും 222ൻ്റെ അടുത്തും നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നു. അവർ വീഡിയോ സ്റ്റാർട്ട് ചെയ്യത്തില്ല, കാരണം അവർ ഫിസിക്കലി അവിടെ ഇല്ല. ഓക്കെ, ഞാനിത് അവരെ കുറ്റം പറയുന്നതല്ല. ചിലപ്പം അവർ ഈ ഓപ്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ മറന്നു കാണും, അറിയില്ലായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് അവരുടെ ഈ സൗണ്ട് ബോക്സിൽ ലൈക്ക് അവർ ചിലപ്പം സ്പീക്കർ മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത്, ചിലപ്പോൾ അവർ മൈക്കും യൂസ് ചെയ്യത്തില്ല. അങ്ങനത്തെ വല്ലതും നമുക്ക് ഡൗട്ട് തോന്നുന്നെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ വല്ലതും ആസ്ക് ചെയ്യാൻ പറഞ്ഞാൽ മതി, ഓണാക്കാൻ പറഞ്ഞാൽ മതി. ഓക്കെ, ഇപ്പോൾ ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു PCയോ വല്ലതാണ് യൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് വെബ് ക്യാം എന്തായാലും ഓൺ ആയിരിക്കും. ക്ലാരിറ്റി കുറഞ്ഞാലും കുഴപ്പമില്ല, അവർക്ക് വെബ് ക്യാം ഓൺ ആയിരിക്കുന്നതാണ്. ഓക്കെ, ചിലപ്പോൾ ഈ വെബ് ക്യാമിൻ്റെ ചിഹ്നം ഇതിലില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് അവരുടെ കുറ്റമല്ല, മറിച്ച് അവരുടെ കയ്യിൽ വെബ് ക്യാം ഇല്ലാത്തതാണ്. ഇപ്പം ഇവിടെ മൈക്കിൻ്റെ ചിഹ്നം ഇല്ല നിങ്ങൾക്ക് ഉറപ്പിക്കാം, അത് ഒന്നെങ്കിൽ അവർ ഇതേപോലെ മെൻ്റലി ആൻഡ് ഫിസിക്കലി വെർച്വൽ ക്ലാസ്സിന് ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഓപ്ഷൻസിന് വല്ല തെറ്റുണ്ടാവും. ഓക്കെ, ഇപ്പം ഞാൻ ജോയിൻ വിത്ത് കമ്പ്യൂട്ടർ റേഡിയോ ചെയ്യണേ. ഞാൻ ഈ വീഡിയോ പ്രധാനമായിട്ട് ചെയ്യാൻ കാരണം ടീച്ചേഴ്സിന് ഒരു ഹെൽപ്പ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഒരു സ്ക്രീൻ ഷെയർ എടുക്കാം. ഓക്കെ, ഞാനൊരു വൈറ്റ് ബോക്സ് അങ്ങ് സ്ക്രീൻ ഷെയർ ചെയ്യാം, വൈറ്റ് ബോർഡ്. അപ്പം ഞാനിവിടെ ഒരു മെസ്സേജ്, ഹായ് സ്റ്റുഡൻസ്, ഹൗ ആർ യു? ഓക്കെ, ഞാനിങ്ങനെ ഒരു ടെക്സ്റ്റ് ഇങ്ങനെ എടുത്ത് അടിച്ചു കിട്ടു. അപ്പം ചിലപ്പോൾ ചില പിള്ളേർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ഇതിൽ വന്നിങ്ങനെ സ്ക്രിബിൾ ചെയ്യും. ഓക്കെ, കണ്ടില്ലേ? അവർ ജസ്റ്റ് ഇങ്ങനെ വന്ന്, അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിനെ അത് ശല്യപ്പെടുത്തുന്നതായിരിക്കും. അപ്പം ആദ്യം ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഈ മോർ എന്ന് പറഞ്ഞ ഈ റിമോട്ട് കൺട്രോളിൻ്റെ സൈഡിൽ മോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ അങ്ങ് ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഷോ നെയിംസ് ഓഫ് അനോട്ടേറ്റേഴ്സ്. ഓക്കെ, ഷോ നെയിംസ് ഓഫ് അനോട്ടേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്ക്രിബിൾ ചെയ്യുന്നത് ആരായിരുന്നാലും നമ്മൾക്ക് അവരുടെ പേര് കാണാം. ഇപ്പം ഈ യെല്ലോ കളർ ലൈൻ വെച്ച് സ്ക്രിബിൾ ചെയ്തിരിക്കുന്നത് ആരാണ് നമുക്ക് അവരുടെ പേര് കാണാം. കാരണം ജസ്റ്റ് എൻ്റെ ഈ കൈസർ മാത്രം ആ ലൈൻ്റെ പുറത്തൂടെ വെച്ചാൽ മതി ഇത് ആരാ സ്ക്രിബിൾ ചെയ്തതെന്നാണ്. നിങ്ങൾക്കറിയാം എൻ്റെ മീറ്റിങ്ങിൽ 2 പാർട്ടിസിപ്പൻസ് ആണുള്ളത്, ഒന്ന് എബിൻ ജോയ്, ഒന്ന് 222. 3 പാർട്ടിസിപ്പൻസ് ആണ്, എന്നെ ഉൾപ്പെടുത്തി 3. ഓക്കെ, പക്ഷേ എൻ്റെ സ്റ്റുഡൻസ്, അതായത് മറ്റുള്ള പാർട്ടിസിപ്പൻസ് 2 പേരാണ്. അപ്പോൾ ആ 2 പേരിൽ ആരാണ് സ്ക്രിബിൾ ചെയ്ത് നോക്കാം. ഓക്കെ, സെലക്ട് ഞാൻ ഇതാണ്ട് ഇവിടെ അപ്പം എനിക്ക് മനസ്സിലായി എബിൻ ജോയ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇത് സ്ക്രിബിൾ ചെയ്തത്. ഓക്കെ, ഇനി വേറൊരു വ്യക്തിയാണ് നമ്മളിത് സ്ക്രിബിൾ ചെയ്യണമെന്ന് വിചാരിക്കൂ. കണ്ടില്ലേ? ഇതിപ്പം 222. ഇത് നമ്മളൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റും 222 ആണെന്ന്. കാരണം നമ്മൾ കഴിഞ്ഞു പോയ ലൈൻസ് ആരാണോ സ്ക്രിബിൾ ചെയ്തതെന്ന് നമ്മൾ ഈ കൈസർ ഇവിടെ വെച്ചാൽ മതി. ഇനി പുതിയതായിട്ട് വരുന്നത് ആരൊക്കെയാണോ സ്ക്രിബിൾ ചെയ്യുന്നത് അത് അവരുടെ പേര് ഇവിടെ തന്നെ വരും. 222 എന്ന് പറഞ്ഞിപ്പോൾ വന്നു. അതേപോലെ അവരുടെ പുറത്ത് വെച്ചാലും നമുക്ക് കാണാൻ പറ്റും. അവരുടെ പുറത്ത് ആ ലൈനിൻ്റെ പുറത്ത് നമ്മൾ കൈസർ വെച്ചാലും കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിതങ്ങ് ക്ലിയർ ചെയ്യാം. ക്ലിയർ ചെയ്യണതിന് 3 ഓപ്ഷൻ ഉണ്ട്. ഈ നമ്മളിവിടെ കുട്ടികൾ വരച്ചു കുറിച്ചതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. അതിന്
ഇവിടെ 3 ഓപ്ഷൻ. ഒന്നാമത്തേത് ക്ലിയർ ഓൾ ഡ്രോയിങ്സ്. അതായത് ഞാൻ ഇവിടെ ടെക്സ്റ്റ് ചെയ്തതും പോവും. അതേപോലെ തന്നെ കുട്ടികൾ ഇവിടെ സ്ക്രിബിൾ ചെയ്തിരിക്കുന്നതും പോവും. രണ്ടാമത്തേത് എൻ്റെ എന്താണ് ചെയ്തത് അത് മാത്രം ക്ലിയർ ആവും. അതായത് ഹൈ സ്റ്റുഡൻസ് ഹൗ ആർ യു ഓൾ, ഇത് മാത്രം ക്ലിയർ ആവും. ഈ വരച്ചതെല്ലാം ഇവിടെ തന്നെ കിടക്കും. മൂന്നാമത്തേത് ക്ലിയർ വ്യൂവേഴ്സ് ഡ്രോയിങ്സ്. അതായത് പാർട്ടിസിപ്പൻസ് ഇവിടെ വരച്ച് സ്ക്രിബിൾ ചെയ്തിരിക്കുന്നത് മാത്രം പോകും. അപ്പോൾ ഞാൻ ക്ലിയർ ഓൾ വ്യൂവേഴ്സ് ഡ്രോയിങ്സ് അടിച്ചു. പിന്നെ അടുത്ത് ഞാൻ ടീച്ചേഴ്സിൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്ന പറഞ്ഞതാണ്, എൻ്റെ അനിയൻ്റെ ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് ആണെങ്കിൽ ഇതേപോലെ സ്ക്രീൻ ഷെയർ ചെയ്ത് അതേപോലെ തന്നെ വീണ്ടും ഇങ്ങനെ ഇതേപോലെ വല്ലതും പഠിപ്പിക്കുകയായിരിക്കും, സെൻറ്റൻസിൽ വെച്ച് പഠിപ്പിക്കുകയായിരിക്കും. അപ്പം കുട്ടികൾക്ക് അവരുടെ ഈ ടീച്ചേഴ്സിൻ്റെ ഈ മൗസ് കേഴ്സർ എവിടെ പോകണമെന്നൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നതാണ് സ്പോട്ട് ലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറയുമ്പം നമ്മുടെ കേഴ്സർ എവിടെയൊക്കെയാണ് പോകുന്നത് അത് മറ്റുള്ള പാർട്ടിസിപ്പൻസിന് അറിയാൻ പറ്റും. കണ്ടില്ലേ, ഹൈ ഓൾ സ്റ്റുഡൻസ് ഹൗ ആർ യു ഓൾ. ഇങ്ങനെ ടീച്ചേഴ്സ് പോകുമ്പോൾ അവരുടെ കേഴ്സർ എവിടെയാണ് പോകുന്നത് എന്ന് അവർക്ക് അറിയാൻ പറ്റും. പിന്നീട് ഞാൻ അടുത്തൊരു കാര്യം പറയുന്നത്, എനിക്കിവിടെ സ്ക്രിബിൾ ചെയ്തിരുന്നു മനസ്സിലായി. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസേബിൾ പാർട്ടിസിപ്പൻസ് അനോട്ടേഷൻ. ഓക്കെ, ഡിസേബിൾ പാർട്ടിസിപ്പൻസ് അനോട്ടേഷൻ എന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇനിയുള്ള ഒരു കുട്ടികൾക്കും എൻ്റെ ഞാൻ ഷെയർ ചെയ്യുന്ന സ്ക്രീനിൽ വന്ന് സ്ക്രിബിൾ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ആർക്കും ഇവിടെ വന്ന് ഇനി സ്ക്രിബിൾ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഡിസേബിൾ പാർട്ടിസിപ്പൻസ് അനോട്ടേഷൻ. ഓക്കെ, പിന്നീട് അടുത്തൊരു കാര്യമാണ്, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, എനിക്കിപ്പം ഈ വൈറ്റ് ബോർഡ് അങ്ങ് ക്യാൻസൽ ചെയ്യണം, അല്ലെങ്കിൽ എനിക്കിപ്പം ഇവിടെ മേളിൽ വല്ല ടൂൾ ബാർ പോലെ എനിക്ക് ആക്സസ് ചെയ്യണം ഈ മീറ്റിംഗ് കൺട്രോൾസിന് മേളം. അപ്പോൾ എനിക്ക് എപ്പോഴും ഇത് ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കണം, എനിക്കിവിടെ വരുന്നത് എനിക്ക് മീറ്റിംഗ് കൺട്രോൾസ് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പൊസിഷൻ മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ പൊസിഷൻ മാറ്റാതെ നമുക്ക് എങ്ങനെയാണ് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം അതിന് വേണ്ടി നമുക്ക് കുറച്ച് കീസ് മാത്രം നമ്മൾ ഒരുമിച്ച് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഓൾട്ട് പ്ലസ് ഹെച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ കീസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മീറ്റിംഗ് കൺട്രോൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ താനെ പോകും. ഇതിന് തിരിച്ചു കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീപാഡിൽ എസ്കേപ്പ് കീ അതങ്ങ് ക്ലിക്ക് ചെയ്താൽ ഇത് തിരിച്ചു വരും. ഒരിക്കൽ കൂടെ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഓൾട്ട് പ്ലസ് ഹെച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ അതങ്ങ് മാറിപ്പോവും, ഹൈഡായി പോവും. പിന്നീട് നമ്മൾ എസ്കേപ്പ് കീ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് തിരിച്ചു വരും. ഓക്കെ, അപ്പം ഞാനിപ്പം ഇത് വീണ്ടും ഞാൻ അങ്ങ് ഹൈഡ് ചെയ്തു. അപ്പം എനിക്കിപ്പോൾ പെട്ടെന്ന് പാർട്ടിസിപ്പൻസ് ലിസ്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ എസ്കേപ്പ് കീ ക്ലിക്ക് ചെയ്ത് സ്റ്റോപ്പ് ഷെയർ ചെയ്ത് ഇനി അടുത്ത് പെട്ടെന്ന്, അല്ലെങ്കിൽ ഇവിടെ പാർട്ടിസിപ്പൻസിൻ്റെ ലിസ്റ്റ് പോയി തിരക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ഡയറക്റ്റ് ഒരു 2 കീയുടെ PC കീബോർഡിലെ 2 കീ മാത്രം എനിക്ക് മതി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ട് പ്ലസ് യു. ഓക്കെ, ഓൾട്ട് എന്ന് പറഞ്ഞ 2 കീയിലൊന്ന് നമ്മൾ ഒരുമിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ പാർട്ടിസിപ്പൻസ് ലിസ്റ്റ് വരുന്നതായിരിക്കും. ഓക്കെ, പാർട്ടിസിപ്പൻസ് ലിസ്റ്റ് ഇപ്പോൾ നമുക്ക് തുറന്നു കാണുന്നു. ഇനി നമുക്ക് പാർട്ടിസിപ്പൻസ് ലിസ്റ്റിൽ പോയി നമുക്ക് നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാം. അതായത് അവരുടെ അടുത്ത് വീഡിയോ ആസ്ക് ചെയ്യാം, അങ്ങനെയൊക്കെ പല ഓപ്ഷൻസും ഉണ്ട്. അപ്പം ഇനി അടുത്തതാണ്, പെട്ടെന്ന് നമ്മളിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ചാറ്റ് ബോക്സ് തുറന്ന് നമുക്ക് കുട്ടികളോ അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസോ ആയിട്ട് ചാറ്റ് ചെയ്യണം. അപ്പം നമുക്ക് അതിനുള്ള 2 കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ട് പ്ലസ് ഹെച്ച് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ചാറ്റ് ബോക്സ് തുറന്നു വരും. ഓക്കെ, അപ്പോൾ ഓൾദോ ഇവിടെ എനിക്കിവിടെ ചാറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ, ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇവിടെ എനിക്ക്. പക്ഷേ എനിക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ആ 2 കീ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്തത് പലതൊന്നല്ല, ഞാൻ ചില ടീച്ചേഴ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഇവർക്ക് ഈ വൈറ്റ് ബോർഡ് മതിയായി, അപ്പോൾ ചിലപ്പോൾ അവരിനി സ്റ്റോപ്പ് ഷെയർ യൂസ് ചെയ്ത് ഇനി അടുത്തൊരു സ്ക്രീനായിരിക്കും അവർ ഷെയർ ചെയ്യുന്നത്. അതിനെക്കാട്ടും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ഷെയർ ചെയ്യണതിനെക്കാട്ടും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പോസ്റ്റ് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, പോസ്റ്റ് ഷെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ ഹൈ സ്റ്റുഡൻസ് ഹൗ ആർ യു ഓൾ എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഇതിൽ ടൈപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാനിവിടെ ഹായ് ആൾ വിളിച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് ഞാനിവിടെ
സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് അടിക്കുന്നു. ഞാനിവിടെ ആദ്യം അടിച്ചത് ഹായ് സ്റ്റുഡൻസ് ഹൗ ആർ യു ഓൾ, പിന്നീട് ഞാൻ ഹായ് ആൾ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു. ഓക്കെ, അപ്പം ഇനി ഞാൻ ഇവിടെ റെസ്യൂം ചെയ്യുന്നു. ഇവിടെ അതിനർത്ഥം മറ്റൊന്നുമല്ല അല്ല കാരണം ഞാനിവിടെ ഹായ് സ്റ്റുഡൻസ് ഓൾ എന്നടിച്ചു. അതിൻ്റെ ഇടയ്ക്കും പിന്നെ ഹായ് ആൾ സബ്സ്ക്രൈബ് എന്നതിൻ്റെയും ഇടയ്ക്ക് നമ്മളിവിടെ ഈ സ്ക്രീനിൽ എന്തൊക്കെ ചെയ്തോ അത് ആരും കാണാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ ഞാനിവിടെ ചില ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ ന്യൂ ഷെയർ ചെയ്യും, ഇനി അടുത്ത് ഈ ഇമേജ് ഷെയർ എടുക്കും, ഇനി അടുത്ത് വീണ്ടും ഒരു ഇമേജ് എടുക്കും, എന്നിട്ട് അടുത്ത് വീണ്ടും അടുത്ത് ഇതായിരിക്കും ഷെയർ. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഇവിടെ പോസ്റ്റ് ചെയ്ത് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളതുപോലെ അടുത്ത് ഇപ്പം ഞാൻ വീഡിയോസ് സെക്ഷനാണ് യൂസ് ചെയ്യണമെങ്കിൽ എടുത്തതെങ്കിൽ അടുത്ത പിക്ചർ സെക്ഷനിലോട്ട് പോകും. അങ്ങനെ പല പല ടെക്നിക്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി അടുത്ത് തിരിച്ചു പോവുകയാണ്. ലൈക്ക് ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് പെട്ടെന്ന് അടുത്ത ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഷെയർ റെസ്യൂം ചെയ്തു. അപ്പം പെട്ടെന്ന് എൻ്റെ ഈ മീറ്റിംഗ് കൺട്രോൾസ് ഞാൻ അങ്ങ് ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ ഓഡിയോ എങ്ങനെയാണ് ആക്സസ് ചെയ്യുക? അതായത് Alt+A ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഓഡിയോ ഓൺ ആയിരിക്കും. പിന്നെ Alt+V ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോ ഓൺ ആവും. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇത് എന്നെ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഞാനതിൽ Alt+A എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, Alt+A ഇപ്പം എന്നെ അൺമ്യൂട്ട് ചെയ്തിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ ഇത് എന്നെ മ്യൂട്ട് ചെയ്യാനും വീണ്ടും Alt+A ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത് വീണ്ടും എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് Alt+ സ്റ്റാർട്ട് വീഡിയോ. എൻ്റെ വീഡിയോ വീണ്ടും കാണിക്കാൻ വേണ്ടിയിട്ട് Alt+V അടിച്ചാൽ മതി. ഓക്കെ, വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും Alt+V അടിച്ചാൽ എൻ്റെ വീഡിയോ അങ്ങ് സ്റ്റോപ്പ് ആവും. നിങ്ങൾക്കിവിടെ വേറെ കാര്യം, സെക്യൂരിറ്റി. നിങ്ങൾക്ക് ഒരു നിശ്ചയ സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മീറ്റിംഗ് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പാർട്ടിസിപ്പൻസിനും അകത്തോട്ട് വരാൻ പറ്റത്തില്ല. ആർക്ക് വേണമെങ്കിലും പുറത്തോട്ട് പോകും, പക്ഷെ ആർക്കും അകത്തോട്ട് വരാൻ പറ്റത്തില്ല. പിന്നെ അടുത്ത് വെയിറ്റിംഗ് റൂം. ആരൊക്കെയാണോ എൻ്റെ വെയിറ്റിംഗ് റൂമിൽ കിടക്കുന്നത്, അതായത് മീറ്റിങ്ങിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമുക്കത് വെയിറ്റിംഗ് റൂമിലോട്ട് കയറി അവരെ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ ടീച്ചേഴ്സിൻ്റെ അടുത്തൊരു കാര്യം റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടികൾക്കും അതായത് ഒരു പാർട്ടിസിപ്പൻസിനും ഈ റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കരുത്. ഇപ്പം ഞാൻ റിമോട്ട് കൺട്രോൾ 222 എന്ന് പറഞ്ഞ ഒരു ആൾക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ റിമോട്ട് കൺട്രോൾ 222 എന്ന് പറഞ്ഞ ഇതിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അയാളത് വീണ്ടും തിരസ്കരിക്കും, ഞാൻ വീണ്ടും കൊടുക്കുന്നു. അപ്പം അയാളിപ്പം അയാൾക്ക് വേണമെങ്കിൽ എൻ്റെ കീബോർഡ് അല്ലെങ്കിൽ എൻ്റെ മൗസോ വലുതും വെച്ച് അയാൾക്ക് എൻ്റെ PC സ്ക്രീനിനെ കൺട്രോൾ ചെയ്യാം. ഓക്കെ, അതെങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പം എൻ്റെ കേഴ്സർ ഇവിടെ ഇരിക്കുക. എൻ്റെ കേഴ്സർ വെച്ച് തന്നെ അവർക്ക് മീറ്റിംഗ് കൺട്രോൾസ് യൂസ് ചെയ്യാം എന്നതാണ്. കണ്ടോ, ഇതൊന്നും ഞാൻ ചെയ്യുന്നതല്ല. കണ്ടോ, ഇതൊന്നും ഞാൻ ചെയ്യുന്നതല്ല. എൻ്റെ കേഴ്സറിനെ അതൊക്കെ മൂവ് ചെയ്യുന്നതാണ്. മറ്റൊരു ഡിവൈസ് എൻ്റെ കേഴ്സറിനെ മൂവ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ ഇനി ഈ റിമോട്ട് കൺട്രോൾ അയാളുടെ നിന്ന് അങ്ങ് തിരിച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ ടീച്ചേഴ്സിൻ്റെ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ റിമോട്ട് കൺട്രോൾ ആർക്കും കൊടുക്കരുത്. അപ്പം ഈ സ്ക്രീൻ ഷെയറിൽ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഓക്കെ, അപ്പം ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് കാണിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂമിലോട്ട് പോവാം. സൂമിൻ്റെ ചാറ്റ് ബോക്സ്. ഇവിടെ നിങ്ങൾക്കറിയാം എബിൻജോ എന്ന് പറഞ്ഞ ഓപ്ഷനും അബിൻജോയിൻ ഗ്രൂപ്പും പിന്നെ അതേപോലെ ഹെവൻ ആൻ്റണി എന്ന് പറഞ്ഞ ഗ്രൂപ്പും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കാം. ഓക്കെ, ആഡ് മെമ്പേഴ്സ്. നമുക്കതായത് ഇത് എൻ്റെ ഡിവൈസാണ്, അതുകൊണ്ട് നമുക്കിപ്പം എബിൻജോ എന്ന് പറഞ്ഞ ലിസ്റ്റിൽ പോയി ആഡ് മെമ്പേഴ്സ് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എബിൻജോയും അതേപോലെ ഞാനും അതേപോലെ ഹെവൻ ആൻ്റിയും ഒരു ഗ്രൂപ്പിൽ ആവുന്നതാണ്. ഓക്കെ, യു ഹാവ് ക്രിയേറ്റഡ് ദിസ് ഗ്രൂപ്പ് ചാറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ പാർട്ടിസിപ്പൻസിനെ വരെ നമുക്ക് കാണാൻ പറ്റും.
ചാറ്റ് നെയിം. ഓക്കെ, ഇത് ഇത് ഇപ്പം ഇതെൻ്റെ ഗ്രൂപ്പാണ്, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. ഓക്കെ, അപ്പം ഇതിലിപ്പോൾ പാർട്ടിസിപ്പൻസ് ആയിട്ട് 3 പേരേ ഉള്ളൂ. എബിൻ ജോയ്, ഞാൻ, പിന്നെ അതുപോലെ ഹെവൻ ആൻ്റണി എന്ന് പറയുന്ന ഗ്രൂപ്പ്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി നമുക്കതിൽ ചാറ്റ് ചെയ്യാം. അതേപോലെ നമുക്ക് ഒരേ സമയത്ത് തന്നെ ഇവിടെ വീഡിയോ കോൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ ഈ ഗ്രൂപ്പിലുള്ള അത്രയും പേർക്ക് നമുക്ക് ഒരു മീറ്റിങ്ങിലോട്ട് കയറാം. ഇതിൽ എത്ര പേർക്ക് കയറാൻ പറ്റും എന്നുള്ള ഒരു നിശ്ചയം എനിക്കറിയില്ല. എത്ര പേർക്ക് കയറാൻ പറ്റുമോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, അതേപോലെ ഞാൻ എൻ്റെ ടീച്ചേഴ്സ് വല്ലതുമാണ് ഈ വീഡിയോ കാണണമെങ്കിൽ ഞാൻ അവർക്ക് ഒരു കാര്യം റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രൈ കൊടുക്കുക. അതായത് ഇതേപോലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് ഇപ്പം എനിക്ക് ഇവരുടെ 2 പേരുടെയും ചാറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ PC സ്ക്രീൻ എടുത്തിട്ട് ഞാനിവിടെ കോണ്ടാക്ട് റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിച്ചു. ഓക്കെ, കോണ്ടാക്ട് റിക്വസ്റ്റ് അടിച്ച് എന്നിട്ട് ഞാൻ അവരുടെ ഇമെയിൽ ID വെച്ചിട്ട് ഞാൻ അവർക്കൊരു സെൻഡ് ചെയ്തു ഞാൻ അവർക്ക്. അതായത് എൻ്റെ റിക്വസ്റ്റ്, അതായത് എനിക്ക് അയാളുമായിട്ട് സൂമിൽ ചാറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള റിക്വസ്റ്റ് അയാളുടെ ഇമെയിൽ വഴി കൊടുത്തു. അപ്പം അയാൾ ഒരു സൂം യൂസർ ആണെങ്കിൽ അയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, ഡിക്ലൈൻ ചെയ്യാം. അങ്ങനെ അയാൾ അതേപോലെ ഈ 2 പേർക്ക് ഞാൻ അതേപോലെ റിക്വസ്റ്റ് കൊടുത്തു, അവർ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് കഴിയത്. അതേപോലെ എൻ്റെ ക്ലാസ്സിൽ അതേപോലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനും ഇമെയിൽ ID ഒക്കെ കൊടുത്ത് നമുക്കിത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഡ് മെമ്പേഴ്സ് അടിച്ചിട്ട് ഇവരെയൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഗ്രൂപ്പ് കൊടുത്തു. ഇനി ഞാൻ ഇവിടെ ഒരു കോൾ കൊടുക്കുകയാണ്, ഇൻവൈറ്റ് ടു മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ കോൾ കൊടുക്കുകയാണ്. അപ്പം ഈ ഗ്രൂപ്പിലുള്ള അത്രയും പേർക്ക് ഈ മീറ്റിങ്ങിൽ കയറാൻ പറ്റും. ഓക്കെ, ഇപ്പം ഞാൻ ആ ഗ്രൂപ്പ് വീണ്ടും ഡിലീറ്റ് ചെയ്തു. ഇനി അടുത്തതായിട്ട് ഞാൻ ഒരേ സമയത്തിന് 2 ക്ലാസ് പഠിപ്പിക്കുന്ന ഓരോ ടീച്ചേഴ്സിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, ഒരേ സമയം 2 ക്ലാസ്സുകൾ പഠിപ്പിക്കുന്ന ഓരോ ടീച്ചേഴ്സ്. അവർ ട്യൂഷൻ ടീച്ചേഴ്സ് ആവാം, ട്യൂഷൻ എടുക്കുന്ന ടീച്ചേഴ്സ് ആവാം, അങ്ങനെ പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാവാം. അതായത് ഞാൻ പറഞ്ഞു തരുന്നത് ചിലപ്പോൾ +1ഉം +2ഉം ഒരേ സമയം ചിലപ്പോൾ 3 മുതൽ 5 മണി വരെ എടുക്കുന്ന ട്യൂഷൻ ടീച്ചേഴ്സ് ഉണ്ടാവും വെർച്വൽ ക്ലാസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നമ്മളെ പ്രൊഫൈൽ മേളിൽ പ്രൊഫൈലിൽ എടുക്കുക, എന്നിട്ട് മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങളുടെ PC സ്ക്രീനിൽ ഡിഫോൾട്ട് ബ്രൗസറായിട്ട് ഏതാണോ അത് നമുക്ക് ഓപ്പൺ ആയി വരും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ ഇമെയിൽ ID നമുക്ക് ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ട് കയറണം. അപ്പം ഞാൻ അത് കയറി കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് നിങ്ങൾ കാണാം. ഓക്കെ, എൻ്റെ പ്രൊഫൈലിലോട്ട് ഞാൻ കടന്നു. അപ്പോൾ ഇനി പ്രൊഫൈലിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫൈലിൻ്റെ താഴെ, ഓക്കെ, നമ്മുടെ ഈ പ്രൊഫൈലിൻ്റെ താഴെ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതായത് ഓപ്ഷൻ്റെ മേളിൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ആ സെറ്റിങ്സിൽ ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മീറ്റിങ്സിനെയൊക്കെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വേറൊരു വിൻഡോയിലോട്ട് വേറൊരു വെബ്സൈറ്റിലോട്ട് വേറൊരു സെറ്റിങ്സിലോട്ട് നമുക്ക് കയറാം. അതായത് മീറ്റിംഗ് റെക്കോർഡിംഗ് ടെലിഫോൺ എന്ന് പറയുന്ന സെറ്റിങ്സിലോട്ടാണ്. അപ്പോൾ ഈ മീറ്റിങ്ങിൻ്റെ താഴെ കുറച്ച് സബ് സെറ്റിങ്സ് കാണും. അതായത് വെച്ച് കഴിഞ്ഞാൽ ഇൻ മീറ്റിംഗ് അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. നമുക്കിനി ആ ഇൻ മീറ്റിംഗ് അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അതാ വന്നിരിക്കുന്നു. ഇൻ മീറ്റിംഗ് അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അങ്ങ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഇവിടെ തന്നെ താഴെ ഇൻ മീറ്റിംഗ് അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വന്നു. ഇൻ മീറ്റിംഗ് അഡ്വാൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതായിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ താഴെ നമുക്ക് ബ്രേക്ക്ഔട്ട് റൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങളിൽ ഇപ്പോൾ ഇത് ബ്രേക്ക്ഔട്ട് ഓപ്ഷൻ ഡിസേബിൾ ആയി കിടക്കുകയാണെങ്കിൽ നിങ്ങളത് ഇനേബിൾ ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇവിടെ അലോ ഹോസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് അൺചെക്ക് ആയി കിടക്കണമെങ്കിൽ അലോ ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അതായത് പാർട്ടിസിപ്പൻസിനെ ഓരോ ബ്രേക്ക്ഔട്ട് റൂംസിലോട്ട് അസൈൻ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. ഓക്കെ, ഇത് ഞാൻ ഒരു ട്യൂഷൻ ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ ട്യൂഷൻ ടീച്ചേഴ്സിനൊക്കെ ഈ ബ്രേക്ക്ഔട്ട് റൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഹെൽപ്ഫുൾ ആവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം നമുക്ക് ഇനി എൻ്റെ മീറ്റിങ്ങിലോട്ട് കിടക്കാം. ഓക്കെ,
ബ്രേക്ക് ഔട്ട് റൂം നമ്മൾ ഇനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു നമ്മുടെ നമുക്കിവിടെ ബ്രേക്ക് ഔട്ട് റൂംസ് എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മൾ ഇവിടെ ഫുൾ സ്ക്രീനിലല്ല കിടക്കുന്നതെങ്കിൽ ഇവിടെ മോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ബ്രേക്ക് ഔട്ട് റൂംസ് കാണും. ഇപ്പം നമ്മളിവിടെ ഫുൾ സ്ക്രീനിലാണ് ഇപ്പം, അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ബ്രേക്ക് ഔട്ട് റൂംസ് കാണാം. അപ്പോൾ ബ്രേക്ക് ഔട്ട് റൂംസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഓട്ടോമാറ്റിക്കലി എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ മാനുവലി ആക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടെ മാനുവലി ആക്കി. എനിക്കിപ്പം വേണ്ടത് ഇവിടെ എനിക്ക് 2 പാർട്ടിസിപ്പൻസ്, എന്നെയും കൂട്ടാണെങ്കിൽ 3. ഇപ്പം എനിക്ക് ഞാൻ ഒഴിച്ച് ബാക്കി 2 പാർട്ടിസിപ്പൻസ് ആണ് ഉള്ളത്. ഒന്ന് എബിൻ ജോയും ഒന്ന് 222 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാനിവിടെ മാനുവലി എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്ത് 2 റൂമാണ് എനിക്കിപ്പോൾ ആവശ്യമുള്ളത്. ഓക്കെ, ഈ 2 പാർട്ടിസിപ്പൻസിനെ 2 റൂമിലോട്ടും അങ്ങ് പിരിക്കുകയാണ്. ഈ മീറ്റിംഗ് വെച്ച് തന്നെ 2 പ്രത്യേക റൂമിലോട്ട് ഞാനിപ്പോൾ പിരിക്കാൻ പോവുകയാണ്. എൻ്റെ കാര്യം എന്ന് വെച്ചാൽ എനിക്കിപ്പം ഏത് റൂമിലോട്ട് വേണമെങ്കിലും കയറാൻ പറ്റും. ഞാനിപ്പോൾ ഹോസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഏത് മീറ്റിങ്ങിലോട്ട് വേണമെങ്കിലും കയറാം. പക്ഷേ ഞാനിപ്പം അസൈൻ ചെയ്യാൻ പോകുന്ന പാർട്ടിസിപ്പൻസ്, അതായത് ബ്രേക്ക് ഔട്ട് റൂം 1 ഞാൻ അസൈൻ ചെയ്യാൻ പോകുന്നത് എബിൻ ജോയ് എന്ന് പറഞ്ഞ ഒരാളിനെ. ഓക്കെ, ബ്രേക്ക് ഔട്ട് റൂം 2 എന്ന് പറയുന്നതിൽ 222 എന്ന് പറഞ്ഞാൽ ഇനി അവശേഷിക്കുന്ന ഒരാളിനെയാണ് ഞാൻ അസൈൻ ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇയാളെ എക്സ്ചേഞ്ച് ചെയ്യാം. ഓക്കെ, 222നെ റൂം 1ലോട്ടാക്കാം, അതേപോലെ എബിൻ ജോയ് റൂം 2ലോട്ടാക്കാം. അതേപോലെ എനിക്ക് മൂവ് ചെയ്യാം ഇയാളെ, അങ്ങനത്തെ പല ഓപ്ഷനും ഉണ്ട്. അപ്പം ഞാൻ ബ്രേക്ക് ഔട്ട് റൂം 1ലോട്ടും 222 എന്ന് പറഞ്ഞ ആളിനെ ബ്രേക്ക് ഔട്ട് റൂം 2ലോട്ടും ഞാൻ ആക്കുകയാണ്. ഇനി ഞാൻ വേണം എനിക്ക് ഇനി മൂന്നാമത്തെ ഒരു റൂമും കൂടെ എടുക്കാം. അത് ആഡ് എ റൂം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഓപ്പൺ ഓൾ റൂംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതായത് ഞാനിപ്പം ഇവിടെ അസൈൻ ചെയ്തിരിക്കുന്ന 2 പാർട്ടിസിപ്പൻസിന് ഒരു മെസ്സേജ് അവർക്ക് കിട്ടിക്കാണും. അതായത് ഹോസ്റ്റ് നിങ്ങളെ ബ്രേക്ക് ഔട്ട്, ഇപ്പം ഞാൻ എബിൻജോയുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഹോസ്റ്റ് നിങ്ങളെ ബ്രേക്ക് ഔട്ട് റൂം 1ലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. അവർക്കപ്പോൾ അതിൽ 2 ഓപ്ഷനും കാണും, ഒന്ന് ജോയിനും അല്ലെങ്കിൽ ലേറ്ററും. ഓക്കെ, അപ്പം അവരുടെ അടുത്ത് ജോയിൻ ചെയ്യാൻ പറയണം. ഓക്കെ ഓക്കെ അപ്പം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അതങ്ങ് ജോയിൻ ചെയ്യാം. അതായത് 222 എന്ന് പറഞ്ഞത് ആളാണെങ്കിൽ ഇപ്പം ജോയിൻ ചെയ്യുകയാണ്. ഓക്കെ, അവർ ബ്രേക്ക് ഔട്ട് റൂം 2 ജോയിൻ ചെയ്യാൻ നമുക്കിവിടെ ജോയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് കിട്ടും. ഓക്കെ, കണ്ടില്ലേ? അതായത് ഇവിടെ നോട്ട് ജോയിൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എബിൻജോ ഇപ്പോഴും ജോയിൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ നോട്ട് ജോയിൻഡ് എന്ന് പറഞ്ഞാൽ 222ൻ്റെ ഓപ്ഷൻ മാറി ഇപ്പോൾ ഇവിടെ ഗ്രീൻ കളർ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് 222 എന്ന് പറഞ്ഞ ഒരാൾ ബ്രേക്ക് ഔട്ട് റൂം 2ലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് എബിൻ ജോയ് ഇപ്പം ജോയിൻ ചെയ്യും. അപ്പം നമുക്കിവിടെ അയാളുടെ കയ്യിൽ നോട്ട് ജോയിൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മാറി ഇവിടെ ഗ്രീൻ, ഇയാളുടെ 222ൻ്റെ അതുപോലെ ഗ്രീൻ കളർ വരും. ഓക്കെ ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് ഇപ്പം ഞാൻ ആദ്യം തന്നെ ഹോസ്റ്റ് ചെയ്ത ഒരു മീറ്റിംഗ് ആണിത്. അപ്പം ഈ ഹോസ്റ്റ് ചെയ്ത മീറ്റിംഗ് എനിക്ക് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രേക്ക് ഔട്ട് റൂംസും എൻഡ് ചെയ്തു എന്നതാണ് അർത്ഥം. അപ്പം അതിനു മുമ്പ് ഇത് എൻ്റെ മെയിൻ മീറ്റിംഗ് ആണ്. അപ്പം ഞാൻ ബ്രേക്ക് ഔട്ട് റൂംസ് വീണ്ടും എടുത്തു. അപ്പം എനിക്ക് വേണമെങ്കിൽ ഈ റൂംസിൽ ഏത് റൂംസിൽ വേണമെങ്കിലും എനിക്ക് പോവാം. ഓക്കെ, ഞാനപ്പം ഈ ബ്രേക്ക് ഔട്ട് റൂം 1ലോട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതായത് എബിൻ ജോയ് ഏത് റൂമിലോട്ട് കിടക്കുന്നത് ആ റൂമിലോട്ട് ഞാൻ ജോയിൻ ചെയ്യാം. ജോയിൻ ബ്രേക്ക് ഔട്ട് റൂം 1, ഞാൻ യെസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ആ റൂമിലോട്ട് ജോയിൻ ചെയ്യുകയാണ്. ഇത് കുറച്ച് സമയം പിടിക്കും നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യാൻ. ഓക്കെ, ഇപ്പം നിങ്ങൾ കാണാം ഈ പാർട്ടിസിപ്പൻസ് ലിസ്റ്റ് നോക്കുമ്പം എബിൻ ജോയും അതേപോലെ ഞാനും മാത്രമേ ഈ ബ്രേക്ക് ഔട്ട് റൂം 2ലോട്ടുള്ളൂ. അപ്പം എനിക്ക് വേണമെങ്കിൽ ഇവിടെ ആ വ്യക്തികൾക്ക് വല്ല ടാസ്ക് കൊടുക്കാം. ഓക്കെ, ലേൺ ലെസൺ 2 and 3. ഓക്കെ, അപ്പോൾ ഇവർക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഓക്കെ ഇപ്പോൾ ഇവർക്ക് മനസ്സിലായി ഞാൻ അവരുടെ അടുത്ത് ലെസൺ 2ഉം അതേപോലെ 3യും പഠിക്കാൻ പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് ഇപ്പം ഇവർക്ക് വല്ല ഡൗട്ട് ഇതിലുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഹോസ്റ്റിനെ വിളിക്കാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. ഓക്കെ,
അതായത് ഇപ്പം 222 എന്ന് പറഞ്ഞ ആളിനെ ഞാൻ ബ്രേക്കൗട്ട് റൂം 2 ഞാൻ ഇൻവൈറ്റ് ചെയ്തത്. അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ ഹോസ്റ്റിനെ വിളിക്കാം. അതായത് അവർക്ക് എന്തെങ്കിലും ഈ ബ്രേക്കൗട്ട് റൂം 2-ൽ 222 എന്ന് പറഞ്ഞ ആൾക്ക് എന്തെങ്കിലും എങ്കിൽ അയാൾക്ക് ഹോസ്റ്റിൻ്റെ ഒരു അഭിപ്രായം തേടാനുള്ള ഓപ്ഷൻ അതിലുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഈ ബ്രേക്കൗട്ട് റൂം 1-ൽ നിന്ന് മാറി. കാരണം ബ്രേക്കൗട്ട് റൂം 1-ൽ ഞാനാണെങ്കിൽ അവർക്കൊരു ടാസ്ക് കൊടുത്തു. അപ്പം ഞാൻ ഇനി ബ്രേക്കൗട്ട് റൂം 2-ലോട്ട് പോകാം. ഓക്കെ, ബ്രേക്കൗട്ട് റൂം 1-ൽ ഞാൻ അവർക്കൊരു ടാസ്ക് കൊടുത്തു. ബ്രേക്കൗട്ട് റൂം 2-ൽ അവർക്ക് ഇപ്പോഴും ഫ്രീ ആണ്. ഞാൻ അവരുടെ ജോയിൻ ചെയ്ത് അവർക്കൊരു വേറൊരു ടാസ്ക് കൊടുത്തിട്ട് നമുക്കിത് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു ട്യൂഷൻ ടീച്ചേഴ്സിനായിരിക്കും നല്ലപോലെ ബെനിഫിറ്റ് ചെയ്യുക എന്നതാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്കറിയാം എബിൻജോയ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മാറി. അതായത് എബിൻജോയ് ഇല്ല ഇപ്പോൾ ഇതിൽ. 222 എന്ന് പറഞ്ഞ ഓപ്ഷനാണുള്ളത്. ഒരു വ്യക്തിയാണുള്ളത്. നമുക്ക് ഇവിടെയും വേണമെങ്കിൽ അവർക്ക് വല്ല ടാസ്ക് കൊടുക്കാം. ഓക്കെ, ലേൺ ലെസൺ 5 and 6. ഓക്കെ, ലേൺ ലെസൺ 5 and 6. അപ്പം ഞാൻ ഇവിടെ ഇവർക്ക് വേറെ ടാസ്ക് കൊടുത്തു. അപ്പം എനിക്ക് 2 ആൾക്കാർക്ക് ഓരോ ടാസ്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പം ഞാൻ ഇനി ഈ 2 റൂമും ഞാൻ അങ്ങ് ക്ലോസ് ചെയ്യാം. നമുക്ക് ഇനി പഴയ മെയിൻ മീറ്റിംഗ് റൂമിലോട്ട് അങ്ങ് കയറാം. ഓക്കെ, അപ്പം ഇവർക്ക് 2 പേർക്ക് വീണ്ടും ഒരു മെസ്സേജ് കൊടുക്കുക. അതായത് 60 സെക്കൻഡിനുള്ളിൽ വെച്ച് അവർക്ക് ബ്രേക്കൗട്ട് റൂം മറ്റേ മെയിൻ മീറ്റിംഗ് റൂമിലോട്ട് പോകും. ആ 60 സെക്കൻഡ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കാണ് ഇപ്പം 47 സെക്കൻഡാണ്. അതായത് ബ്രേക്കൗട്ട് റൂംസ് ഇനി അടുത്ത് 43 സെക്കൻഡിനുള്ളിൽ ക്ലോസ് ആവും. അപ്പം നമ്മൾ വീണ്ടും മെയിൻ സെഷനിലോട്ടാണ് നമ്മൾ പോവുക. ഈ സെക്കൻഡ്സിന് മുമ്പേ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ലീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരുമിച്ച് ചെയ്യാം. ലീവ് ബ്രേക്കൗട്ട് റൂംസ്. ഓക്കെ, അപ്പം അവരും താനെ ലീവ് ചെയ്യുന്നതാണ്. അങ്ങനെ അവരെല്ലാവരും മെയിൻ മീറ്റിംഗ് സെഷനിലോട്ട് വരും. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണാം എബിൻജോ എന്ന് പറഞ്ഞ ആളിപ്പോൾ കയറി മീറ്റിംഗ് സെക്ഷനിലോട്ട്. അപ്പോൾ ഇനി വൈകാതെ തന്നെ 222 വന്ന് കയറി. അപ്പോൾ ഇനി ഇതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ചത്. ഓക്കെ, ട്യൂഷൻ ടീച്ചേഴ്സിനായിരിക്കും ഇത് മെയിനായിട്ട് ഹെൽപ്ഫുൾ ആവുക. അപ്പോൾ ഇനി ഞാൻ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നൊരു കാര്യമാണ് എൻ്റെ സ്കൂളിലായിരുന്നാലും എൻ്റെ ഫ്രണ്ട്സ് പലവരും എൻ്റെ അടുത്ത് ചോദിച്ചു, എടാ നീ എങ്ങനെയാണ് നിൻ്റെ പ്രൊഫൈൽ പിക്ചറും അഥവാ നിന്റെ പേരൊക്കെ മാറ്റിയത്? ഓക്കെ, കാരണം നമ്മുടെ സ്കൂളിലാണെങ്കിൽ അവരൊരു കോഡ് തരും. ആ കോഡ് ആരും ഇതേപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് വരാൻ പാടില്ല, ഒരു ഡോട്ട് വരാൻ പാടില്ല. പക്ഷെ അവരെപ്പോഴൊക്കെയാണോ അത് ട്രൈ ചെയ്യുന്നത് അത് വെച്ച്, കാരണം ഇപ്പം നിങ്ങൾക്കാണ് അബിൻജോയ് ആൻഡ് ഗ്രൂപ്പ്, അതിൽ സ്പേസ് തന്നെ ഒട്ടും തന്നെ ഇല്ല. ഞാൻ ഇവിടെ ഒരു ഡോട്ട് പോലും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ട്രിക്ക് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ആദ്യം തന്നെ നിങ്ങൾ താഴോട്ട് പോയി നിങ്ങളുടെ മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ എടുത്ത മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ എടുക്കുക. ഞാൻ പ്രൊഫൈൽ എടുത്തിരിക്കുന്നു. ഇതാണ് എൻ്റെ പ്രൊഫൈൽ. ഓക്കെ, അപ്പം ഇതിൽ വേണമെങ്കിൽ എനിക്ക് എൻ്റെ പ്രൊഫൈൽ പിക്ക് മാറ്റി വേറൊരു പ്രൊഫൈൽ പിക്ക് വരെ എനിക്ക് ഇടാവുന്നതാണ്. ഓക്കെ, PC സ്ക്രീനിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ഫോട്ടോസ് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ PC തന്നെ നിങ്ങളുടെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ PC സ്ക്രീൻ വഴിയാണ് എടുക്കുന്നത്. ഗൂഗിൾ ഫോട്ടോസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഗൂഗിൾ ഫോട്ടോസിൽ പോയി നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, എൻ്റെ പ്രൊഫൈൽ പിക്ക് ഇവിടെ തയ്യാറായി. ഞാൻ ഇനി അങ്ങ് സേവ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ മീറ്റിങ്ങിലൊക്കെ ഈ പിക്ചർ ആയിരിക്കും വരുന്നത്. കാരണം പ്രൊഫൈൽ പിക്ക് ഞാൻ അവിടെ മാറ്റിയതുകൊണ്ട് എൻ്റെ മീറ്റിങ്ങിലൊക്കെ ഇതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത് എൻ്റെ നെയിം അങ്ങ് മാറ്റാൻ ശ്രമിച്ചാലോ? ഓക്കെ, സാധാരണ ചിലവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതേപോലെ സ്പേസ് വരും. എൻ്റെ സ്കൂളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കോഡ് കൊടുക്കും.
ക്ലാസ് റൂം സുരക്ഷിതയ്ക്കാൻ വേണ്ടി അവരൊരു കോഡ് കൊടുക്കുന്നത്. കോഡ് ഞാനിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. പക്ഷെ അതിൽ എല്ലാവർക്കും സ്പേസ് ഉണ്ട്. പക്ഷെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്പേസ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, നമ്മുടെ കോഡിൽ സ്പേസ് ഉണ്ടാവാൻ പാടില്ല. പക്ഷെ പലവരും എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഫസ്റ്റ് നെയിം ഫുൾ ഇങ്ങനെ ഫില്ല് ചെയ്യും. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് നെയിം ഇല്ലാതെ അവർക്ക് ഓക്കെ ബട്ടൺ വരത്തില്ല എന്നാണ്. പക്ഷെ PC-യിൽ അങ്ങനെ ലാസ്റ്റ് നെയിമിൻ്റെ ആവശ്യമില്ല. അതിന് ഫോണിലാണെങ്കിൽ അവരെങ്ങനെ എന്താ വെച്ചാൽ ലാസ്റ്റ് ഡോട്ട് കൊടുക്കും. എന്നിട്ട് അവരങ്ങ് സേവ് ചേഞ്ചസ് ചെയ്യും. സേവ് ചേഞ്ചസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അബിൻ ജോയിൻ ഗ്രൂപ്പ് കഴിഞ്ഞ ഒരു ഡോട്ട് കാണാം. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ആ ഡോട്ട് ഇവിടെ ആവശ്യമില്ല. നമുക്ക് PC-യിൽ ഫസ്റ്റ് നെയിം മാത്രം ചെയ്താൽ മതി. അടുത്ത് ഫോണിൻ്റെ ഹാക്ക് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ നമുക്ക് ഫസ്റ്റ് നെയിം മാത്രം ഫിൽ ചെയ്ത് ലാസ്റ്റ് നെയിമിനെ വിടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് സൂമിൻ്റെ സെറ്റിങ്സ് വഴി അത് ചെയ്യാൻ സാധ്യമല്ല. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് ഫോണിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഫോണിലോട്ട് പോകാം. ഹായ് ഗൈസ്, അപ്പം നമ്മളിപ്പം ഫോണിൽ വന്നു. അപ്പം നിങ്ങൾക്കിവിടെ കാണാം അബിൻ ജോയ് ആൻഡ് ഗ്രൂപ്പ് സ്പേസ് 22. അപ്പോൾ ഈ അബിൻ ജോയ് സ്പേസ് ഗ്രൂപ്പ് സ്പേസ് 20 എല്ലാത്തിലും സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെ ശരിയാക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഏതെങ്കിലും ഒരു ഡിഫോൾട്ട് ബ്രൗസർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബ്രൗസർ എടുക്കാം. ഞാനിതിൽ zoom.us ഇങ്ങനെ ടൈപ്പ് ചെയ്തു. ഓക്കെ, അപ്പം ഇവിടെ ഫസ്റ്റ് പറഞ്ഞ വീഡിയോ കോൺഫറൻസിങ്, വെബ് കോൺഫറൻസിങ്, അങ്ങനെ ഒരു ഇതെടുക്കാം. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ 3 ലൈൻസ് കാണാം. അതായത് ജോയിൻ, ഹോസ്റ്റ്, പിന്നെ അതിൻ്റെ സൈഡിൽ ഓക്കെ, അത് ഏറ്റവും മുകളിൽ ഒരു 3 ലൈൻ കാണാം. അതിൻ്റെ താഴോട്ട് പോകുമ്പം സൈൻ ഇൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ താഴെ നമുക്ക് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ. ഞാനിപ്പോൾ ഗൂഗിൾ വഴിയാണ് സൈൻ ഇൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അത്. ഓക്കെ, അപ്പം ഗൂഗിൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ സൂമിൽ ഗൂഗിൾ നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പം നമുക്കിപ്പം എൻ്റെ മീറ്റിങ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് വേണ്ട, എനിക്ക് പ്രൊഫൈലാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ എൻ്റെ പ്രൊഫൈൽ കാണിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ ഇതിൽ ഇവിടെ, അതായത് ഓക്കെ സോറി, ഇപ്പോൾ നമുക്ക് പ്രൊഫൈലിലോട്ട് വീണ്ടും പോവാം. അപ്പോൾ നിങ്ങൾക്ക് മേളിൽ ഇവിടെ കാണാം അബിൻ ജോയ് സ്പേസ് ആൻഡ് സ്പേസ് ഗ്രൂപ്പ് സ്പേസ് 22 എല്ലാത്തിലും സ്പേസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഐക്കൻ്റെ താഴെ ചേഞ്ച് അല്ലെങ്കിൽ ഡിലീറ്റ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതിൻ്റെ സൈഡിൽ അതായത് സൈഡിൽ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഓക്കെ, അപ്പം എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ പേര് മാറ്റാൻ പറ്റും. ഞാൻ നേരത്തെ PC സ്ക്രീനിൽ ചെയ്ത സെയിം സംഭവമാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ലാസ്റ്റ് നെയിം വേണ്ട, എനിക്കിവിടെ ജസ്റ്റ് ഗ്രൂപ്പ് 22. ഓക്കെ, അബിൻ ജോയിൻ ഗ്രൂപ്പ് 22 എനിക്ക് ജസ്റ്റ് ഇങ്ങനെ മാത്രം മതി, കാരണം ലാസ്റ്റ് നെയിം ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ ഞാനിവിടെ എൻ്റെ ചേഞ്ചസ് ഞാൻ സേവ് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾക്കിവിടെ കാണാം അബിൻ ജോയ് ആൻഡ് ഗ്രൂപ്പ് 22. ഞാനിവിടെ ഒരു പേരും ചേഞ്ച് ചെയ്തിട്ടില്ല, അതായത് സ്പേസ് ഇല്ല, അത് ഞാൻ ചേഞ്ച് ചെയ്തു. ഇതൊരു ട്രിക്കാണ്, എല്ലാവർക്കും യൂസ് ചെയ്യാം. നിങ്ങളുടെ സ്കൂളിലൊക്കെ ഇതേപോലെ അത്യാവശ്യ ഘട്ടം വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ലൈക്ക് എൻ്റെ സ്കൂളിൽ കോഡാണ്, ലൈക്ക് അതിൽ സ്പേസ് വരാൻ പാടില്ല എന്നുള്ളൊരു ഇത് വന്നപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ഐഡിയ പോയി. ലൈക്ക് കാരണം എനിക്കാണെങ്കിൽ എപ്പോഴും ഒരു മീറ്റിംഗ് ജോയിൻ ചെയ്യുമ്പം അതിൽ താഴെ എൻ്റെ പേര് അടിച്ചു കയറാം, കോഡ് അടിച്ചു കയറുമ്പോഴത്തേക്കും എനിക്ക് കുറേ ലൈക്ക് ടൈം ലാഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ സാധാരണ എൻ്റെ ഫോണിൽ സെറ്റിങ്സിൽ പോയി പേര് മാറ്റാൻ ശ്രമിച്ചപ്പോൾ അതിൽ സ്പേസ് വരുന്നുണ്ട്. ഫസ്റ്റ് നെയിം ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് നെയിം അടിച്ച് അപ്പോൾ ലാസ്റ്റ് നെയിം ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ഓക്കെ ബട്ടൺ വരുന്നില്ല. അപ്പോൾ ഞാൻ ഇതേ ട്രിക്ക് യൂസ് ചെയ്ത് എന്നെ യൂസ് ചെയ്തു. ഇപ്പോൾ എനിക്ക് ആ കോഡ് എനിക്ക് അടിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് അങ്ങ് ഈസി ആയിട്ട് കയറാം. ഇതെല്ലാവർക്കും ട്രൈ ചെയ്യാം.
അപ്പം ബൈ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഓൾ.